സംസ്ഥാനത്തെ കാട്ടാന കണക്കെടുപ്പ് നാളെ തുടങ്ങും. 160 ആന സങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ്. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, പലയിടങ്ങളിലും ഈ പറയുന്നത് പോലെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ കൂടി വരുന്നു. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ കൂടുതലായും നാട്ടിലേക്കൊക്കെ കയറി വരുന്ന സ്ഥിതിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ കാട്ടാനകളുടെ സെൻസസ്? ക്രിസ്റ്റീന, ഈ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ കാട്ടാനകളുടെ കണക്കെടുപ്പ് ആരംഭിക്കുന്നത്. നാളെ ഈ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ കണക്കെടുപ്പ് ഈ മാസം 23-ഓടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ ഈ കമ്മിറ്റി പ്രാഥമിക റിപ്പോർട്ടും അതിനുശേഷം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ സംസ്ഥാനത്ത് എത്രമാത്രം കാട്ടാനകൾ ഉണ്ടെന്നൊരു വിവരം ലഭിക്കുമെന്നൊരു കൃത്യമായ ഒരു കണക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ഈ ഇത്തരത്തിൽ കണക്കെടുത്തതിനു ശേഷം അപകടകാരികളായ കാട്ടാനകളെ ഉൾപ്പെടെ നിരീക്ഷിക്കാനുള്ളൊരു സാഹചര്യവും വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിനോടൊപ്പം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും സമാനമായ രീതിയിൽ നാളെ കണക്കെടുപ്പ് ആരംഭിക്കുന്നുണ്ട്. വളരെ വിശാലമായ രീതിയിൽ നിരവധി ഉദ്യോഗസ്ഥരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കണക്കെടുപ്പ്. ഈ ആനമുടിയിൽ 197 ബ്ലോക്കുകളിലും വയനാടിൽ 118-ഉം നിലമ്പൂരിൽ 118-ഉം പെരിയാറിൽ 206-ഉം വയനാട്ടിൽ 89 ബ്ലോക്കുകളിലുമായാണ് ഈ ഒരു കണക്കെടുപ്പ് നടക്കുന്നത്. മഴ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഈ കണക്കെടുപ്പിന് പ്രതികൂലമാകുമോ എന്ന സംശയം വനവകുപ്പിനുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് നാളെ ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും സമാനമായ രീതിയിലുള്ള കണക്കെടുപ്പ് തുടങ്ങുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ